8 വയസ്സുള്ള സുകന്യ എണീറ്റ ഉടനെ കണ്ണും തിരുമ്മിക്കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവളുടെ അമ്മ മായ സോഫയിലിരുന്ന് TV കാണുകയായിരുന്നു. മമ്മി, എനിക്ക് മാഗി കഴിക്കണം. ആ ഇപ്പൊ ഉണ്ടാക്കിത്തരാം. നിന്റെ പപ്പ ഓഫീസിലെ ട്രിപ്പിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ ഞാനും നീയും മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, 2 പേർക്കും അത് തന്നെ ഉണ്ടാക്കാം. മായ മടി കാരണം പെട്ടെന്ന് മാഗി തന്നെ ഉണ്ടാക്കുന്നു. അവൾ സ്വയം കഴിക്കുന്നു, കൂടെ മോൾക്കും കൊടുക്കുന്നു. കൂടുതൽ ദിവസവും അവളുടെ ഭർത്താവ് ട്രിപ്പിലായിരിക്കും. അതിനാൽ അവർ എളുപ്പത്തിൽ 2 പേർക്കും വേണ്ടി മാഗിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. സുകന്യയ്ക്ക് ഇപ്പോൾ 22 വയസ്സ്. മമ്മി എവിടെയാണ്? ഓ ഗോഡ്, മമ്മി പൂജയിലാണെന്ന് തോന്നുന്നു. എനിക്ക് കോളേജിന് ലേറ്റ് ആകുന്നു. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് മാഗി ഉണ്ടാക്കാം. എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. സുകന്യ അടുക്കളയിൽ പോയി മാഗി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവൾ കുറച്ച് പച്ചക്കറികളും കൂടി അതിൽ ഇടാൻ തുടങ്ങുന്നു. പച്ചക്കറികൾ കട്ട് ചെയ്യുന്നതിനിടയിൽ അവളുടെ കൈ മുറിയുന്നു. ഓ മമ്മി! അവളുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് പൂജ തീർത്ത് അവളുടെ അമ്മ മായ പുറത്തേക്ക് വരുന്നു. ആരേ, ഇതെന്താ വിരൽ മുറിച്ചോ? ശ്രദ്ധിച്ച് ജോലി ചെയ്യാൻ അറിയില്ലേ? സുകന്യയുടെ അമ്മ അവളുടെ കയ്യിൽ ബാൻഡേജ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് അവൾക്ക് വേണ്ടി മാഗി ഉണ്ടാക്കുന്നു. സുകന്യ തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൾ ആയതുകൊണ്ട് അവളെ കൊണ്ട് അധികം അടുക്കളപ്പണി ഒന്നും ചെയ്യിച്ചിരുന്നില്ല. സുകന്യക്ക് മാഗി അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അങ്കിത്, എത്ര നാൾ നീ ഇങ്ങനെ എന്നോടൊപ്പം കറങ്ങി നടക്കും? ഓ മാഡം, നിന്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ്, ഒന്ന് മനസ്സിലാക്ക്. പിന്നെ നീ എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാത്തത്? മാഡം, ആദ്യം പഠിത്തമൊക്കെ പൂർത്തിയാക്കണം, എന്നിട്ട് എനിക്കൊരു ജോലിയൊക്കെ ആകട്ടെ, എന്നിട്ടല്ലേ വരാൻ പറ്റൂ. സമയം കടന്നുപോയി. അങ്കിത്തിന് നല്ലൊരു ജോലി ലഭിക്കുന്നു. അവനെ മാഗി ഉണ്ടാക്കുന്ന കമ്പനിയിൽ മാനേജറായി നിയമിക്കുന്നു. എന്നിട്ട് അവൻ തന്റെ വീട്ടിൽ സുകന്യയെക്കുറിച്ച് പറയുന്നു. 2 പേരുടെയും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നു. നോക്കൂ സഹോദരി, ഇതെന്റെ ഒരേ ഒരു മോളാണ്. വളരെയധികം സ്നേഹിച്ചാണ് ഞാൻ അവളെ വളർത്തിയത്. നിങ്ങൾ വിഷമിക്കേണ്ട സഹോദരി, നമ്മൾ മകളായിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് അവർ 2 പേരുടെയും വിവാഹം നടക്കുന്നു. ഒരു ദിവസം, മരുമോളെ, പെട്ടെന്ന് എനിക്കൊരു ചായ ഉണ്ടാക്കൂ. ദിവസവും എന്റെ കൈകൊണ്ടാണ് കുടിച്ചിരുന്നത്. ഇനി മരുമോളുടെ കൈകൊണ്ട് കുടിക്കാം. ശരി അമ്മേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം. സുകന്യ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അമ്മേ, കുടിച്ചു നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അരെ നിക്ക്, ചൂടോടെ കുടിക്കാൻ പറ്റുമോ? നീ എന്റെ മരുമകളാണ്, ഓർഡർ ചെയ്യണ്ട. ആളുകൾ പറയുന്നത് ശരിയാണ്, അമ്മായിയമ്മ തന്നെയാണ്. അല്ല മരുമോളെ, ഇത് ചായയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതോ കഷായമോ? ഇത്രയും ചായപ്പൊടി ആരാണ് ഇടുന്നത് ഇതിൽ? എന്താ നിന്റെ അമ്മ നിന്നെ ചായ ഉണ്ടാക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ലേ? അതമ്മേ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാകാം. സാരമില്ല, ഞാൻ പഠിച്ചോളാം. ഉഫ്, ഇന്നത്തെ പെൺകുട്ടികളുടെ കാര്യം, ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഓ മാഡം, നീ എന്തിനാണ് പറയുന്നത്? നിനക്കെന്തറിയാം? ഇത് കേട്ട് സുകന്യ പുഞ്ചിരിക്കുന്നു. നാത്തൂൻ എണീറ്റ് റൂമിലേക്ക് പോകുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സുകന്യ എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അവരെല്ലാം ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വന്നപ്പോൾ മാഗി കണ്ട് അത്ഭുതപ്പെടുന്നു. മരുമോളെ, ഇതെന്താണ്? സോറി അമ്മേ, എനിക്ക് ആഹാരം. അതാണ് ചോദിച്ചത്. നിനക്ക് എങ്ങനെ മനസ്സിലായി നമുക്ക് കഴിക്കാൻ മാഗിയാണ് ഇഷ്ടമെന്ന്? അറിയാമോ, മാഗി കഴിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കില്ല. എന്നാൽ എനിക്ക് പച്ചക്കറി ഇട്ട മാഗിയാണ് ഇഷ്ടം. എനിക്ക് സ്പൈസി. സുകന്യ, എനിക്ക് ഉള്ളിയിട്ടത്. നിനക്കറിയാലോ, ഞാൻ മാഗി കമ്പനിയിൽ ജോയിൻ ചെയ്തത് തന്നെ നല്ല മാഗി വീട്ടിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദിവസവും അവിടുന്ന് 50 പാക്കറ്റ് മാഗിയാണ് വണ്ടിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവരാറുള്ളത്. അതെ അങ്കിത്, മാഗിയോടുള്ള സ്നേഹം കാരണം മോഷണമോ? വെരി ബാഡ്. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് മാഗിയോട് ഇത്രയും ഭ്രാന്തെന്നാണ്. എന്നാൽ നിങ്ങളും ഒന്നും പുറകിലല്ല. മാഗി കമ്പനി വിചാരിച്ചാൽ നമ്മളെയെല്ലാം മാഗിയുടെ ഫാമിലി അംബാസിഡർ ആക്കാം. സുകന്യയ്ക്ക് സന്തോഷമായി. അവൾ 3 നേരവും എല്ലാവർക്കും വേണ്ടി മാഗി ഉണ്ടാക്കി. ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി മസാല ജീര മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടത്തി, നാളെ പനീർ മാഗി. ഹാ, നിങ്ങൾ വിഷമിക്കണ്ട, ഇപ്പോൾ ഞാൻ വന്നില്ലേ. ഇനി നിങ്ങൾ രാവിലെയും വൈകുന്നേരവും എല്ലാം മാഗി തന്നെ കഴിക്കൂ. വീട്ടിലുള്ളവർ എല്ലാം രാവിലെയും വൈകുന്നേരവും മാഗി തന്നെ കഴിച്ചു. അതിഥികൾ വന്നാൽ അവർക്കും മാഗി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതിനാൽ അതിഥികൾ വരാൻ പോലും പേടിച്ചിരുന്നു. നിങ്ങളുടെ മരുമോൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? മാഗി? ആ അതെ, ഇവൾക്കും നമ്മളെപ്പോലെ ഇത് വളരെ ഇഷ്ടമാണ്. നശിപ്പിച്ചു. മരുമോൾ വന്നതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് വല്ലതും കഴിക്കാമെന്ന് കരുതിയതാണ്. ഇവൾക്കും ഈ പുഴുവിന്റെ ആഹാരമേ അറിയൂ. എനിക്കിവിടെ താമസിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഈ മൈദ കഴിപ്പിച്ച് കൊല്ലും. അമ്മായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതുകൊണ്ടൊന്നും അവർക്കൊരു മാറ്റവുമില്ല. ഇവിടെ അവർ മാഗി കഴിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി.
ഒരു ദിവസം അറിയുന്നു സുകന്യ ഗർഭിണിയാണ്. സത്യത്തിൽ ഞാൻ അച്ഛനാകാൻ പോവുകയാണോ? താങ്ക് യു സോ മച്ച്. നീ എന്നെ ഇന്ന് വളരെ നല്ലൊരു വാർത്തയാ കേൾപ്പിച്ചത്. യു ആർ ദി ബെസ്റ്റ്. ഞാൻ അമ്മുമ്മ. മരുമോളെ, നീ ഇനി സ്വയം നല്ല പോലെ ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയും വെക്കാം. ആഹാരത്തിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. രാവിലെയും വൈകുന്നേരവും മാഗിയല്ലേ നമ്മളെല്ലാം കഴിക്കുന്നേ. പുതിയ കുഞ്ഞതിഥി വരുന്നതിൽ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ 2 മാസം കടന്നുപോയി. എന്നാൽ എല്ലാവർക്കും ഒരേ ഒരു ചീത്ത ശീലമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇപ്പോഴും മാഗി കഴിക്കുന്നത് വിട്ടിട്ടില്ല. ഒരു നാൾ, ആ ആ അമ്മേ, പെട്ടെന്ന് വരൂ. ശാലു, ശാലു, ആ അമ്മേ, ഇത് ചേട്ടത്തിയുടെ ശബ്ദമാണ്. അവർ അവളുടെ റൂമിലേക്ക് ചെന്നു. അവിടെ അവൾ വയറ്റിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റി മരുമോളെ? അമ്മേ, വയറ് വേദനിക്കുന്നു, കൂടാതെ ബ്ലീഡിങ്ങും. എന്ത്? അല്ലയോ ഭഗവാനെ! ശാലു, നീ പെട്ടെന്ന് ക്യാബ് ബുക്ക് ചെയ്യേ. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശാലു പെട്ടെന്ന് വണ്ടി ബുക്ക് ചെയ്യുന്നു. കൂടെ അങ്കിത്തിനോട് ഹോസ്പിറ്റലിൽ എത്താൻ പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. ചെക്കപ്പിന് ശേഷം, ഐ ആം സോറി. കൂടുതൽ മാഗി കഴിച്ചത് കാരണം കുട്ടിയുടെ ഉള്ളിലും അതാ പോയത്. അതിനാൽ കുട്ടി മരിച്ചു. സുകന്യയുടെ വയറിലും മാഗി കഴിച്ച് കുട്ടിക്ക് സർവൈവ് ചെയ്യുവാനുള്ള ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. ഇവൾ ഈ സമയം ഫ്രൂട്ട്സും പച്ചക്കറികളുമാണ് കഴിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, കൂടുതൽ മാഗിയോ മൈദയോ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് ദോഷമാ ഉണ്ടാകുന്നതെന്ന്? ഇത് നമ്മുടെ കൈകളിൽ ഒട്ടുന്നു. അതുകൊണ്ട് മാസത്തിൽ 1-2 തവണ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്ത്? എന്റെ കുട്ടി? ഡോക്ടർ, അങ്ങനെ സംഭവിക്കില്ല. സ്വയം ശ്രദ്ധിക്കണേ മോനെ. സുകന്യ ഇക്കാര്യം അറിഞ്ഞപ്പോൾ അവൾ നിശബ്ദയായി. ആ ദിവസത്തിനു ശേഷം മുഴുവൻ കുടുംബവും മാഗി കഴിക്കുന്നത് ഉപേക്ഷിച്ചു. അവർ ഇപ്പോൾ റൊട്ടിയും പച്ചക്കറിയുമാണ് കഴിക്കുന്നത്. അങ്കിത് വീട്ടിൽ മാഗി കൊണ്ടുവരുന്നത് നിർത്തി. കുറച്ചു മാസങ്ങൾ കടന്നുപോയപ്പോൾ സുകന്യ വീണ്ടും ഗർഭിണിയായി. എന്നാൽ ഇത്തവണ അവൾ ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾ സ്വയം തന്നെ ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ ഭർതൃഗൃഹത്തിലുള്ളവരും അവളെ നന്നായി ശ്രദ്ധിച്ചു. ആരോഗ്യമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന്റെ ഫലമായി അവൾ ഒരേ സമയം ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. ഒരു മകനും ഒരു മകളും. ഇപ്പോൾ അവരുടെ കുടുംബം പൂർണ്ണമായി. അവരെല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. മോളെ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയല്ലേ? നമ്മുടെ കുടിലിന്റെ പിറകിൽ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നീ അവിടെ പാചകം ചെയ്തോ? അമ്മേ, ഞങ്ങളും മണ്ണടുപ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പറയൂ, എന്താ വേണ്ടത് കഴിക്കാൻ? ഒരു കാര്യം ചെയ്യും മോളെ, എല്ലാവർക്കും 4 റൊട്ടി ഉണ്ടാക്ക്. ഞാൻ അപ്പോഴേക്കും ഉള്ളി അരിയാം. അപ്പോൾ പായലിന്റെ നാത്തൂൻ മോഹിനി വന്നു. അമ്മേ, ഇന്ന് ആദ്യമായിട്ടല്ലേ ചേച്ചി വീട്ടിൽ വന്നത്? ഉള്ളിറൊട്ടിയാണോ കൊടുക്കുന്നത്? പിന്നെ എന്തു ചെയ്യാനോ മോളെ? മോഹൻ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പിന്നെ പായൽ എല്ലാവർക്കും റൊട്ടിയുണ്ടാക്കി. എല്ലാവരും ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. എല്ലാവരും കഴിച്ചിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം മോഹൻ വേഗം എഴുന്നേറ്റു. അവൻ തന്റെ സഞ്ചിയെടുത്ത് പുറത്തേക്ക് നടന്നുപോയി. ഇപ്പോൾ എല്ലാവരും ചപ്പുചവറുകൾ വഴിയിലിടുന്നത് തന്നെ നിർത്തി. അപ്പോൾ മോഹന് ചവിറ്റുകൊട്ട കാണാൻ പറ്റി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വേണ്ടതെല്ലാം ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ കാണും. അതിൽ ഭക്ഷണത്തിന്റെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഹാ, ഇതിൽ ഒരുപാട് പൊറോട്ടയും മട്ടർ പനീറും ചോറുമുണ്ട്. ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോയാലോ? എന്നാൽ ഭക്ഷണം നല്ലതായിരിക്കുമോ? ഇപ്പോഴും അത് ചീത്തയായിട്ടില്ല. മോഹൻ അവിടെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്റെ സഞ്ചിയിലെടുത്ത് വെച്ച് അവിടെ നിന്നും മടങ്ങിപ്പോയി. പതുക്കെ വൈകുന്നേരമായി. വൈകുന്നേരം പായലിന്റെ നാത്തൂൻ പറഞ്ഞു, ചേച്ചി, ഇന്ന് ഞായറാഴ്ച ദിവസമാ. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ചന്തയുണ്ടിന്ന്. വാ, നമുക്ക് പോയി കാണാം. അതേ മോഹിനി, ഞാനും നിന്നോടിതാ പറയാൻ വന്നത്. പായലും മോഹിനിയും ചന്തയിലേക്ക് പോയി. എന്നാൽ അവരുടെ കയ്യിൽ പൈസയില്ലായിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ. ബസാർ പോയി കണ്ടപ്പോൾ അവരുടെ മനസ്സ് തന്നെ നിറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മോഹിനി ഒരു മോമോസ് കട വളരെ ശ്രദ്ധയോടെ നോക്കി. എന്താ മോഹിനി, നിനക്ക് മോമോസ് കഴിക്കാൻ ഇഷ്ടമാണോ? ചേച്ചി, ഇന്ന് വരെ ഞങ്ങൾ ആരും മോമോസ് കഴിച്ചിട്ടില്ല. കണ്ടിട്ടെനിക്ക് കൊതി വരുന്നു. വാ, നമുക്ക് കടയിലേക്ക് പോകാം. എനിക്കും വേണം മോമോസ്. അതെ ചേച്ചി, നിങ്ങൾ പറഞ്ഞത് ശരിയാ. രണ്ടുപേരും മോമോസ് കടയുടെ നേരെ നടന്നുപോയി. അവർ അവിടെ തന്നെ നിന്നു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, ആ പെങ്ങന്മാരെ, എത്ര പ്ലേറ്റ് മോമോസ് വേണം? വേണ്ട വേണ്ട ചേട്ടാ, ഞങ്ങൾ മോമോസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വന്നതാ. ഞങ്ങളുടെ കയ്യിൽ മോമോസ് കഴിക്കാനുള്ള പൈസയില്ല. വേറെ പണിയില്ലേ? നിങ്ങളെ പോലെയുള്ള പിച്ചക്കാർ പിച്ചയെടുക്കാൻ വരും. പൊയ്ക്കോ ഇവിടെ നിന്ന്. ഇവിടെ ഫ്രീ ആയി ഒന്നും കിട്ടില്ല. അങ്കിളിനെന്താ വട്ടായോ? ഞങ്ങളെപ്പോഴാ ഭിക്ഷയായി ചോദിച്ചത്? മോഹിനി, പോകാം, അയാളോട് വഴക്കിടണ്ട.
നമ്മുടെ കയ്യിൽ പൈസയില്ലാതെ ഇവിടെ വെറുതെ നിന്നാൽ അയാൾ അങ്ങനെ തന്നെ പറയും. പായലും മോഹിനിയും അപ്പോൾ തന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നുപോയി. മോഹിനി, എങ്ങനെയാ മോമോസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പഠിച്ചു. മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളേക്കാൾ നല്ല സ്വാദുള്ള മോമോസ് ഉണ്ടാക്കിത്തരാം. കൊള്ളാമല്ലോ ചേച്ചി, താങ്കളൊരു സംഭവം തന്നെ. അങ്ങനെ പായൽ ഭക്ഷണമുണ്ടാക്കാൻ പോയപ്പോൾ രാകേഷ് ചവിട്ടുകൊട്ടയിൽ നിന്നുമെടുത്ത ഭക്ഷണവുമായി തിരികെ വന്നു. നിക്കു പായൽ, ഇന്ന് നീ ഈ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. നോക്ക്, ഞാൻ എന്ത് നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും. മോനെ, ഇത്രയും നല്ല ഭക്ഷണം എവിടെ നിന്നും കിട്ടി നിനക്ക്? ഇന്ന് മാർക്കറ്റിൽ ഒരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ കുറേ നേരം നിന്നു. അപ്പോൾ അവർ എനിക്ക് ഭക്ഷണം പാക്ക് ചെയ്തു തന്നു. ആഹാ, കൊള്ളാമല്ലോ ചേട്ടാ. എത്ര വർഷം കഴിഞ്ഞിട്ടാ നമ്മൾ ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ അവരെല്ലാം ചേർന്നിരുന്ന് വേസ്റ്റ് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഇതിനെപ്പറ്റി മോഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവർ സന്തോഷത്തോടെ കഴിച്ചു. അവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് മോഹനും സന്തോഷമായി. എന്നാൽ മനസ്സിലൊരു വേദന. ഞാൻ എന്തൊരു നീചനാണ്. എന്റെ കുടുംബത്തിന് ഞാൻ ചവറ്റുകുട്ടയിൽ നിന്നും എടുത്ത ഭക്ഷണം കൊടുക്കുന്നു. എന്നാൽ കുഴപ്പമില്ല, ഭക്ഷണം ചീത്തയായില്ലല്ലോ. ഇങ്ങനെ ചെയ്തെങ്കിലും ഇവരുടെ മുഖത്ത് കുറച്ച് സന്തോഷം കാണാൻ പറ്റി. എന്നാൽ പാതിരാത്രിയിൽ എല്ലാവരുടെയും വയറുകേടായി. എല്ലാവരും മൊന്തയുമായി ശൗചാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. മോഹനും ഒരുപാട് പോയതിനു ശേഷം അപ്പോൾ അമ്മ പറഞ്ഞു, മോഹൻ മോനെ, നീ എന്തു ഭക്ഷണമാ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? ഞങ്ങളുടെ വയറെല്ലാം കേടായി. അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുൻപേ പായൽ ഇടയ്ക്ക് കയറി പറഞ്ഞു, അമ്മേ, ഇതിൽ മോഹൻ ചേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇത്രയും നല്ല ഭക്ഷണം നമ്മൾ അടുത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാ വയറ് കേടായത്. ഇത് കേട്ടപ്പോൾ മോഹന് കുറച്ച് റിലാക്സായി തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മളുടെ കയ്യിൽ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പോലും പൈസയില്ല. ഒരു കാര്യം ചെയ്, കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കുടിക്കെല്ലാവരും. എല്ലാം ശരിയാകും. ഇതെന്റെ അമ്മൂമ്മയുടെ മരുന്നാണ്. എല്ലാവരും അങ്ങനെ ചെയ്തു. രാവിലത്തേക്ക് എല്ലാവരുടെ വയറും ശരിയായി. മോഹൻ ജോലിക്ക് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോഹിനി അവനെ തടഞ്ഞു. ചേട്ടാ, ഞങ്ങൾക്കെല്ലാം മോമോസ് കഴിക്കാനായി തോന്നുന്നുണ്ട്. ചേച്ചിക്കും ആഗ്രഹമുണ്ട് മോമോസ് കഴിക്കാൻ. ചേച്ചിക്ക് മോമോസ് ഉണ്ടാക്കാൻ അറിയാം. വൈകുന്നേരം വരുമ്പോൾ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വരാമോ? മോളെ, മോമോസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇതെല്ലാം നമ്മളുടെ വീടിന്റെ വെളിയിൽ നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈസയൊക്കെ കുറവല്ലേ, വീടെല്ലാം നോക്കി നടത്തണ്ടേ? എന്നാലും ഞാൻ ശ്രമിക്കാം. ശ്രമിക്കുമെന്നല്ല, കൊണ്ടുവരണം ചേട്ടാ. ഒരനിയത്തിക്ക് വേണ്ടി ഇത്രയും പോലും ചെയ്യില്ലേ? മോഹൻ അപ്പോൾ തന്റെ കണ്ണുനീർ വെളിയിൽ കാണിക്കാതെ അവിടെ നിന്നും വേസ്റ്റ് പറക്കാൻ പോയി. നടന്ന് നടന്ന് അവൻ കുറേ ദൂരം പോയിട്ടും അവനൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ എന്തൊരു നീചനായ ചേട്ടനാണ്. എന്റെ അനുജിത്തിയുടെ ഒരു ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയപ്പോൾ മോഹിനി അവനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടന്മാർ അനിയത്തിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ചേട്ടൻ ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? മോഹന്റെ ഭാര്യ പായൽ കുറച്ച് ബുദ്ധിയുള്ളവളാണ്. അവൾക്ക് തന്റെ ഭർത്താവിന്റെ വേദന കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് മോഹൻ പറയുന്നതിനു മുൻപേ അവൾ പറഞ്ഞു, പായൽ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരിക്കൽ സാധിച്ചു തരും നിന്റെ ചേട്ടൻ. നിന്റെ ചേട്ടനെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. ചേച്ചി, ഞാൻ വെറും മോമോസ് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്, വലിയ മാളിക വേണമെന്നൊന്നുമല്ലല്ലോ. നിനക്ക് മോമോസ് കഴിക്കണമല്ലേ? ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി മോമോസ് ഉണ്ടാക്കാം. എന്നാൽ മോളെ, നമ്മുടെ കയ്യിൽ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനമൊന്നുമില്ലല്ലോ. അമ്മേ, നമ്മുടെ കയ്യിൽ ആട്ടയുണ്ട്, ഉപ്പുണ്ട്, എണ്ണയുണ്ട്, കത്തിക്കാൻ വിറകുമുണ്ട്, ഭക്ഷണമുണ്ടാക്കാൻ മണ്ണടുപ്പുമുണ്ട്. നമ്മളുടെ വീടിന്റെ മുൻപിൽ ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു മോമോസ് ഉണ്ടാക്കാമെന്നേ. നിങ്ങളുടെ വായിൽ നിന്നും വെള്ളം വരും കണ്ടോ. കൊള്ളാമല്ലോ ചേച്ചി, എനിക്ക് ചേച്ചി നല്ല വിശ്വാസമുണ്ട്. നല്ല മോമോസ് ഉറപ്പായും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ തന്നെ പായലും മോഹിനിയും വീടിന്റെ വെളിയിൽ പോയി. എല്ലാ പച്ചക്കറികളുമായി അടുക്കളയിലേക്കും വന്നു. മോഹിനി, നീ വേഗം മാവ് കുഴയ്ക്ക്. മോമോസിനു വേണ്ടി ഞാൻ കറിയുണ്ടാക്കാം. മോഹിനി മാവ് കുഴച്ചു. പായൽ എല്ലാ പച്ചക്കറികളും ഫ്രൈ ചെയ്തതിനു ശേഷം നല്ല മണവും വന്നു. ചേച്ചി, നല്ല മണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് ഫ്രൈഡ് മോമോസ് ഉണ്ടാക്കി. അത് വെറും ആട്ടയും പച്ചക്കറിയും കൊണ്ടുണ്ടാക്കിയതാണ്. ചേച്ചി മായങ്ങൾ കാണിച്ചു. മോഹിനിയും പായലും ചേർന്ന് എല്ലാവർക്കും മോമോസ് വിളമ്പി. അമ്മായിയമ്മയും മോഹനും എല്ലാവരും ചേർന്നിരുന്ന് കഴിച്ചു. മോമോസ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്നാലും ഞാൻ സത്യസന്ധമായി പറയാം, ഇതുപോലത്തെ മോമോസ് വലിയ ഹോട്ടലുകളിൽ പോലും കിട്ടില്ല. അതേ പായൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു.
ഇതിന് ഇത്രയും രുചിയുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ടൊരു നാടൻ മോമോസ് കട തുടങ്ങിക്കൂടാ? അടുത്ത ദിവസം പായലും മോഹിനിയും വീടിന് വെളിയിൽ നാടൻ മോമോസ് ഉണ്ടാക്കി. ജനങ്ങൾക്ക് മോമോസിന്റെ രുചി വ്യത്യസ്തമായി തോന്നി. അങ്ങനെ മോഹൻ വേസ്റ്റ് പറക്കുന്ന ജോലി നിർത്തി എല്ലാവരും സന്തോഷമായി ജീവിച്ചു. Thanks for watching.